വൈശാലി ഭാഗം 2. അകത്തേക്ക് വന്ന് അവൾ കട്ടിലിലേക്ക് തന്നെ കിടന്നു. കണ്ണുകളിൽ തെളിയുന്നത് അവൻ്റെ മുഖമാണ്. അസ്വസ്ഥതയോടെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. എന്നിട്ടും മനസ്സിൽ നിന്നും അവൻ്റെ മുഖം മാത്രം മാഞ്ഞു പോകുന്നില്ല. ഏകദേശം 1 വർഷം മുൻപാണ് തൻ്റെ വീടിന് മുന്നിൽ ഒഴിഞ്ഞു കിടന്നിരുന്ന സ്ഥലം ആരോ വാങ്ങിയെന്ന കാര്യം അറിയുന്നത്. വാങ്ങിയെന്ന് പറഞ്ഞ് ഒരാഴ്ച കഴിയും മുൻപേ അവർ അവിടെ വീട് പണിയും തുടങ്ങിയിരുന്നു. സ്ഥലം വാങ്ങിയപ്പോഴും വീട് പണി തുടങ്ങിയപ്പോഴും ഒന്നും താൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പോയിട്ടില്ല. അല്ലെങ്കിലും വൈശാലി അങ്ങനെയാണ്. ആരുമായിട്ട് ഒന്നു ചേർന്ന് പോകാത്ത പ്രകൃതം. ആരുമായിട്ട് അടുപ്പമില്ല. ആ നാട്ടിൽ തന്നെ വൈശാലി എന്നാണ് അവളുടെ പേരെന്ന് അറിയുന്നവർ തന്നെ ചുരുക്കമാണ്. മാത്രമല്ല ആളല്പം പരുക്കൻ സ്വഭാവക്കാരി ആയതുകൊണ്ട് ആരും അങ്ങനെ അങ്ങോട്ട് പോയി സംസാരിക്കാനും നിൽക്കാറില്ല. ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു ഉൾവലിഞ്ഞു നിൽക്കുന്ന പ്രകൃതമായിരുന്നു വൈശാലിക്ക്. നേരെ മുന്നിലായിരുന്നിട്ട് കൂടി താൻ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പോയിട്ടില്ല. 6 മാസം കൊണ്ട് ഒരു കൂറ്റൻ 2 നില വീടാണ് അവിടെ പണി തീർത്തത്. ഒരു ദിവസം അങ്ങോട്ട് ശ്രദ്ധിച്ചപ്പോഴാണ് അത്ര വലിയ വീടാണ് അവിടെ പണിയുന്നത് എന്ന കാര്യം പോലും മനസ്സിലാക്കിയത്. ശരിക്ക് ഒരു കൊട്ടാരം പോലെ. ഒരു ശനിയാഴ്ച കോളേജ് അവധി ആയതുകൊണ്ട് തന്നെ വീട്ടിലിരിക്കുകയായിരുന്നു. ആ സമയത്താണ് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടത്. വാതിൽ തുറന്നു നോക്കുമ്പോൾ ഒരു പ്രായമായ സ്ത്രീയാണ്. എന്താ മുത്തശ്ശി? വാതിൽ തുറന്നിറങ്ങി അവൾ കാര്യം തിരക്കി. ഞാൻ ആ വീട്ടിലെയാണ്. അവർ പുതിയ വീട്ടിലേക്ക് കൈ ചൂണ്ടി. വരൂ, അകത്തേക്കിരിക്കാം. അവൾ അവരെ അകത്തേക്ക് ക്ഷണിച്ചിരുത്തി. വളരെ അടുക്കും ചിട്ടയോടെ വെച്ചിരിക്കുന്ന ആ 4 കെട്ട് തറവാട് മുഴുവൻ അവരൊന്ന് കണ്ണോടിച്ചു. മോളിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ? അതെ. എന്താ പേര്? വൈശാലി. ചെറുപുഞ്ചിരിയോടെ അവൾ മറുപടി കൊടുത്തു. ഞാൻ വന്നത് ഞങ്ങളുടെ വീട് താമസമാണ്. ഈ വരുന്ന ചൊവ്വാഴ്ച രാവിലെ 8 മണിക്കാണ് പാലുകാച്ചൽ. മോള് വരണം. ഏറെ സ്നേഹത്തോടെ തന്നെ അവരവളെ ക്ഷണിച്ചു. വരാം. അവളും പുഞ്ചിരിയോടെ തന്നെ തിരികെ പറഞ്ഞു. വീടൊക്കെ നല്ല അടുക്കും ചിട്ടയിലും വെച്ചിരിക്കുന്നു. മോൾ എന്ത് ചെയ്യുവാണ്? ഞാനിവിടെ അടുത്തുള്ള കോളേജിലെ BA ഭരതനാട്യം പഠിപ്പിക്കുവാണ്. അപ്പോൾ എൻ്റെ അയൽവാസി ഒരു നർത്തകിയാണല്ലേ? മുത്തശ്ശി ഒരു പുഞ്ചിരിയോട് ചോദിച്ചപ്പോൾ അവളും അവർക്ക് തിരികെ ഒരു പുഞ്ചിരി കൊടുത്തു. ശരിയെന്നാൽ അധികം താമസിക്കുന്നില്ല. എന്തായാലും വരണം കേട്ടോ. ഞാൻ ഇറങ്ങട്ടെ. അധികം താമസിക്കാതെ മുത്തശ്ശി അവളോട് പറഞ്ഞിറങ്ങി. എന്നാൽ മുത്തശ്ശി വന്ന് വീട് താമസം വിളിച്ച കാര്യമൊക്കെ പിന്നീട് അവൾ മറന്നുപോയിരുന്നു. ചൊവ്വാഴ്ച കോളേജിൽ പരീക്ഷയുള്ള ദിവസവുമായിരുന്നു. രാവിലെ 7 മണിക്ക് തന്നെ റെഡിയായി കോളേജിൽ പോകാൻ ഇറങ്ങിയപ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ വീട് താമസത്തിൻ്റെ കാര്യം അവൾ ഓർക്കുന്നത് തന്നെ. അതും ആ വീടിന് മുന്നിൽ പന്തലൊക്കെ ഇട്ട് അലങ്കരിച്ചിരിക്കുന്നത് കണ്ടപ്പോഴാണ് അത് ഓർത്തതും. പരീക്ഷയായതുകൊണ്ട് തന്നെ ഇനി വീട് താമസത്തിന് പോകാനൊന്നും പറ്റില്ല. അല്ലെങ്കിലും അങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും താൻ പങ്കെടുക്കാറുമില്ലല്ലോ. അത് കാര്യമാക്കാതെ അവൾ വേഗം തന്നെ കോളേജിലേക്ക് നടന്നു. പതിവ് പോലെ വൈകുന്നേരം 5 മണിയായപ്പോഴാണ് അവൾ തിരികെ എത്തിയത്. അവളുടെ കണ്ണുകൾ മുന്നിലുള്ള വീട്ടിലേക്കൊന്ന് പോയി. ആ സമയത്തും അവിടെ പുതിയ വീട്ടിൽ ആളുകളൊക്കെയുണ്ട്. എന്തൊക്കെയോ പരിപാടിയും നടക്കുന്നുണ്ട്. എന്നാലും അത് കാര്യമാക്കാതെ അവൾ വീട് തുറന്നകത്തേക്ക് കയറി. പതിവ് പോലെ തൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞ് സമയം 8 മണിയാകാറായി. അപ്പോഴാണ് പെട്ടെന്ന് വീടിൻ്റെ ബെല്ലടിക്കുന്ന ശബ്ദം അവൾ കേൾക്കുന്നത്. ഈ സമയത്ത് ഇതാരാണാവോ? സംശയത്തോടെ ചിന്തിച്ചുകൊണ്ട് അവൾ വന്ന് വാതിൽ തുറന്നു. ഈ സമയത്ത് തൻ്റെ വീട്ടിലേക്ക് വരാൻ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ സംശയത്തോടെയാണ് അവൾ വാതിൽ തുറന്നത്. നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനാണ്. നിഷ്കളങ്കതയോടെയുള്ള നല്ല ഭംഗിയുള്ള മുഖം. ചുണ്ടിൽ നിറയെ പുഞ്ചിരിയുമായി അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആരാ? പുറത്തേക്കിറങ്ങിച്ചെന്ന് അവൾ അവനോട് ചോദിച്ചു. ആ ചോദ്യത്തിൽ ഒട്ടും മയം ഉണ്ടായിരുന്നില്ല. ഞാൻ ആ വീട്ടിലെയാ. എന്തേ ഇന്ന് വീട് താമസത്തിന് വന്നില്ല? അവളുടെ ചോദ്യത്തിന് പുഞ്ചിരിയോടെ അവൻ തിരികെ ചോദിച്ചു. പറ്റിയില്ല, തിരക്കുണ്ടായിരുന്നു. ഈ സമയത്ത് ഒരു പുരുഷൻ തൻ്റെ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് കയറി വന്നത് അവൾക്കൊട്ടും ഇഷ്ടമായില്ല. ആ ഇഷ്ടക്കേട് അവനോട് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ അവൾ തിരികെ പറഞ്ഞു. ഞാൻ ദാ ഇത് തരാൻ വേണ്ടി വന്നതാണ്. ഇതെങ്കിലും ഒന്ന് വാങ്ങാൻ പറ്റുമോ? കയ്യിലിരിക്കുന്ന ഒരു തൂക്കുപാത്രം അവൻ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു. എന്താ ഇത്? പായസമാണെന്ന് തോന്നുന്നു. മുത്തശ്ശി തനിക്ക് വേണ്ടി കൊടുത്തയച്ചതാണ്. ഞാൻ പായസം കുടിക്കാറില്ല. നിങ്ങൾ പോകാൻ നോക്ക്. ശരി, ഞാൻ പോകുക. പക്ഷേ ഇതിവിടെ തരാൻ എൻ്റെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ കയ്യിലുണ്ടായിരുന്ന തൂക്കുപാത്രം അത്താണിയുടെ മേൽ വെച്ച് അവൾക്ക് എന്തെങ്കിലും തിരികെ അവനോട് പറയാനാവും മുൻപ് തന്നെ തിരികെ വീട്ടിലേക്ക് നടന്നിരുന്നു. അവൾക്ക് ദേഷ്യം തോന്നി. തിരിഞ്ഞു നോക്കാതെ നടന്നകലുന്നവനെ നോക്കി മുഖം വെട്ടിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറിപ്പോയി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ ചോറ്റുപാത്രം ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് തന്നെ അവൾക്ക് ദേഷ്യമാണ് തോന്നിയത്. അതെടുത്തു കൊണ്ടുപോയി ചീത്തയായ പായസം കളഞ്ഞ് പാത്രം വൃത്തിയായി കഴുകി വെച്ചു. അപ്പോഴാണ് വീണ്ടും ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടത്. പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ വീണ്ടും ദാ ആ ചെറുപ്പക്കാരൻ വന്നിരിക്കുന്നു. എന്താ? ദേഷ്യത്തോടെ തന്നെ അവൾ അവനോട് ചോദിച്ചു. എൻ്റെ ഒരു പാത്രം ഇവിടെ ഉണ്ടായിരുന്നു. അത് തിരികെ വാങ്ങാൻ വന്നതാണ് ടീച്ചറെ. അവൻ കുസൃതി ചിരിയോടെ അവളോട് പറഞ്ഞു. അവൻ അങ്ങനെ പറയുന്നത് കേട്ടതും അവനിൽ നിന്നും മുഖം തിരിച്ച് വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് പോയി അവൾ ആ പാത്രം കൊണ്ടുവന്ന് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു.
ഇതിലെ പായസം താൻ കുടിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പറയുക. ഇത്രയ്ക്ക് ചൂട് വേണ്ട വൈശാലി ടീച്ചറെ. കുറച്ച് തണുപ്പൊക്കെ ആകാം. കളിയോടെ പറഞ്ഞുകൊണ്ട് നടന്നകലുന്നവനെ അവളൊന്ന് നോക്കി. ശേഷം അങ്ങനെ തന്നെ അകത്തേക്ക് കയറിപ്പോയി. പിന്നീട് ഇടയ്ക്ക് നടന്നു പോകുമ്പോഴൊക്കെ വഴിയിൽ വെച്ച് അവനെ കാണാറുണ്ട്. എങ്കിലും അവനെ നേർക്ക് നോക്കാറില്ല. അവിടെയുള്ളവരോടൊക്കെ ചിരിച്ച് വർത്തമാനം പറയുന്നത് കാണാം. ഇടയ്ക്ക് അങ്ങനെ കാണുമ്പോൾ താൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്, ഇത്ര ചെറിയ സമയം കൊണ്ട് ഒരാൾക്ക് എല്ലാവരോടും ഇത്രയ്ക്ക് അടുപ്പത്തിലാകാൻ പറ്റുമോ എന്ന്. നേരെ കാണുമ്പോഴെല്ലാം അവൻ തന്നെ നോക്കി പുഞ്ചിരിക്കാറുണ്ട്. എന്നാലും താനത് കാര്യമാക്കാറില്ല. മുഖം വെട്ടിച്ച് അവനെ നോക്കാതെ നടന്നു പോവുകയാണ് പതിവ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം അമ്പലത്തിൽ അർച്ചനയ്ക്കുള്ള റെസീറ്റ് വാങ്ങി തിരിയുമ്പോഴാണ് തൻ്റെ പിന്നിലായി തന്നെ ക്യൂവിൽ നിൽക്കുന്ന മുത്തശ്ശിയെയും അയാളെയും കാണുന്നത്. നേർക്കുനേരെ വരുമ്പോൾ സംസാരിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി വൈശാലി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നടന്ന് നീങ്ങാനൊരുങ്ങി. അപ്പോഴേക്കും അവരും അർച്ചനയ്ക്കുള്ള റെസിപ്റ്റ് വാങ്ങി തിരിഞ്ഞു. മോളെന്താ വീട് താമസത്തിന് വരാതിരുന്നത്? പുഞ്ചിരിയോടെ തന്നെ മുത്തശ്ശി അവളോട് തിരക്കി. അത് ഇയാൾക്കെന്തോ തിരക്കായിരുന്നെന്നാണ് പറഞ്ഞത് മുത്തശ്ശി. വൈശാലിയോടാണ് മുത്തശ്ശി ചോദിച്ചതെങ്കിലും അവനാണ് വേഗം തന്നെ മുത്തശ്ശിയോട് ഉത്തരം പറഞ്ഞത്. ഈ ചെക്കൻ, ഞാൻ മോളോടല്ലേ ചോദിച്ചത്, നീ ഒന്നും മിണ്ടാതിരിക്കെ. മുത്തശ്ശി അവൻ്റെ കയ്യിൽ ചെറുതായി ഒന്ന് തല്ലിക്കൊണ്ട് പറഞ്ഞു. ഓ എന്ന് പറഞ്ഞ് അവൻ മീശത്തുമ്പ് കടിച്ചു പിടിച്ച് ചിരി ഒതുക്കി. അന്ന് കോളേജിൽ എക്സാം ഉള്ള ദിവസമായിരുന്നു മുത്തശ്ശി, അതാണ് വരാൻ പറ്റാതിരുന്നത്. ഒരു പുഞ്ചിരിയോടെ തന്നെ അവളും തിരികെ മുത്തശ്ശിയോട് പറഞ്ഞു. ആണോ, ഇതിൻ്റെ മോളുടെ മോനാണ് എൻ്റെ ഒരു പേരക്കുട്ടി, വിഷ്ണുദേവ്. മുത്തശ്ശി അവളോട് പറഞ്ഞു. അതിന് ഈ കുട്ടി ഇതൊന്നും മുത്തശ്ശിയോട് ചോദിച്ചില്ലല്ലോ. അവൻ വീണ്ടും അത് പറഞ്ഞതും മുത്തശ്ശിയെ കളിയാക്കി. മുത്തശ്ശി അവനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി. ഇവനിവിടെ SBI ബാങ്കിലെ ബ്രാഞ്ച് മാനേജറാണ്. അതാണ് ഇങ്ങോട്ട് സ്ഥലം വാങ്ങി വീട് വെച്ച് മാറിയത്. മുത്തശ്ശി വീണ്ടും ചിരിയോടെ പറഞ്ഞു. മുത്തശ്ശിയുടെ സംസാരം കേട്ടതും ഒത്തിരി സംസാരിക്കാൻ ഇഷ്ടമുള്ള ആളാണ് മുത്തശ്ശി എന്ന് അവൾക്ക് മനസ്സിലായി. മുത്തശ്ശി ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചും പറഞ്ഞുമൊക്കെ ഇരിക്കുമ്പോൾ അതെല്ലാം അവൾ ചിരിയോടെ തന്നെ കേട്ടുനിന്നു. മുത്തശ്ശി അവളോട് സംസാരിക്കുമ്പോഴും അവൻ്റെ നോട്ടം മുഴുവൻ അവളിലായിരുന്നു. മുത്തശ്ശിയോട് സംസാരിച്ച് ചിരിക്കുമ്പോൾ ഇടയ്ക്ക് വിരിയുന്ന അവളുടെ നുണക്കുഴി കവിളിലായിരുന്നു അവൻ്റെ ശ്രദ്ധ. എന്തോ മുത്തശ്ശിയോട് പറഞ്ഞുകൊണ്ട് അവനിലേക്ക് നോട്ടം എത്തിയപ്പോൾ അവൾ കാണുന്നത് തന്നെ നോക്കി കണ്ണിമ ചിമ്മാതെ നിൽക്കുന്നവനെയാണ്. അത് കണ്ടപ്പോൾ എന്തുകൊണ്ടോ അവൾക്ക് ദേഷ്യമാണ് തോന്നിയത്. അതേ ദേഷ്യത്തിൽ തന്നെ അവനോട് പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചു. പക്ഷേ അപ്പോഴും അവൻ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന രീതിയിൽ അവളെ നോക്കി പുഞ്ചിരിയോടെ തന്നെ നിൽക്കുകയാണ്. വീണ്ടും ദേഷ്യത്തോടെ തന്നെ അവനിൽ നിന്നുള്ള നോട്ടം മാറ്റി അവൾ. അയ്യോ, സംസാരിച്ച് സമയം പോയി തൊഴുതിട്ട് വാ കുട്ടി. മുത്തശ്ശി പറഞ്ഞതും അവളൊന്ന് ചിരിച്ച് അമ്പലത്തിനകത്തേക്ക് നടന്നു. അമ്പലത്തിൽ തൊഴുതു നിൽക്കുമ്പോഴും വിഷ്ണുവിൻ്റെ നോട്ടം തന്നിൽ പതിയുന്നത് വൈശാലി അറിയുന്നുണ്ടായിരുന്നു. എങ്കിലും അറിയുന്നതായി ഭാവിക്കാൻ പോയില്ല. തൊഴുതു കഴിഞ്ഞിറങ്ങി വീട്ടിലേക്ക് നടക്കാനൊരുങ്ങിയ വൈശാലിയെ വീണ്ടും മുത്തശ്ശി വിളിച്ചു നിർത്തി. കുട്ടി നടന്നാണോ പോകുന്നത്? മുത്തശ്ശിയുടെ ചോദ്യം കേട്ടതും വൈശാലി ഒന്ന് തലയാട്ടി അതേ എന്ന് പറഞ്ഞു. വിച്ചൂട്ടൻ കാറിനാണ് വന്നിരിക്കുന്നത്, മോളും വായോ, അവിടെ വരെ നടന്നു പോകണ്ടല്ലോ. വേണ്ട മുത്തശ്ശി, ഇതെനിക്ക് ശീല, ഞാൻ നടന്നു തന്നെ പോയിക്കോളാം. മുഖത്തെ ഒരു ചെറിയ പുഞ്ചിരിയോടെ തന്നെ മുത്തശ്ശിയോട് അത് അവൾ നിരസിച്ചു. വേണ്ടെങ്കിലും നിർബന്ധിക്കുന്നില്ല, സമയം കിട്ടുമ്പോൾ വീട്ടിലേക്ക് ഇറങ്ങ്. എനിക്ക് അവിടെ വരെ വന്ന് സംസാരിക്കാനുള്ള ആവതില്ല. മോൾ അങ്ങോട്ട് വരണം കേട്ടോ. മുത്തശ്ശി അവളെ വീണ്ടും വീട്ടിലേക്ക് ക്ഷണിച്ചു. വരാം മുത്തശ്ശി. ഇത്തവണ അവൾ ഉറപ്പോടെ തന്നെ അതും സമ്മതിച്ചു. വരാമെന്ന് പറഞ്ഞിട്ട് വീട് താമസത്തിന് ചെയ്തതുപോലെ വരാതിരിക്കരുത്, മുത്തശ്ശി കളിയായി അവളോട് പറഞ്ഞു. ഞാൻ വരാം മുത്തശ്ശി. അത് പറഞ്ഞ് അവൾ നടന്നു നീങ്ങി. ഈ നേരം അത്രയും വിഷ്ണു വൈശാലിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അവളിലേക്ക് ചായുന്ന മനസ്സിനെ അടക്കി നിർത്തി അവൻ വണ്ടി തിരിച്ചു. തുടരും. അപ്പോൾ നമ്മുടെ പുതിയ കഥ ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. വൈശാലിനെയും പറ്റിയും വിഷ്ണുവിനെ പറ്റിയൊക്കെ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റിൽ അറിയിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്, റിപ്ലൈ തരാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.